ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയും 1-2 സ്പൂണ് തേങ്ങയും മിക്സിയിൽ കറക്കിയിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എന്താ അരിപ്പൊടിയും 1-2 സ്പൂണ് തേങ്ങയും മിക്സിയിൽ കറക്കിയിട്ടുള്ള ഈ ഒരു കിടിലം റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലും അത് ഉണ്ടാക്കിയെടുത്തത്. വറുത്ത പൊടി വറുക്കാത്ത പൊടി ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1.5 തവി ബാക്കി വന്ന ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഏതാ ചോറുള്ളത് അതിന് 1.5 തവി കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം അങ്ങോട്ട് ലൂസാവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലായിട്ട് മാവ് നമുക്ക് കിട്ടേണ്ടത്. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ ബെസ്റ്റാണ് ഈ റെസിപ്പി. എന്തായാലും ഉണ്ടാക്കി നോക്കണേ, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഞാനിതാ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ 1 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു മാവിൻ്റെ കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാവേ. അങ്ങനെ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ ഈ ഒരു മാവ് സെറ്റായിനെ. ഇനി ഒരു സമയത്ത് നിങ്ങൾ 1.5 സ്പൂണോ 2 സ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഇനി ശർക്കര ആയാലും പ്രശ്നമല്ലേ. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. പഞ്ചസാരൻ്റെ ആ ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ 3 ശർക്കര നമ്മൾ ലായനി ഉണ്ടാക്കിയിട്ട് ആ ഒരു ലായനി ഒഴിച്ച് കൊടുത്താലും മതിയേ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുത്തതിന് അതിലേക്ക് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കറക്കിയെടുക്കുകയായിട്ട് ചെയ്യുന്നത്. നന്നായിട്ട് അരച്ചെടുക്കണം. ഈ സാധാരണ നമ്മൾ വെള്ളപ്പത്തിനൊക്കെ അരച്ചെടുക്കുമല്ലോ അതുപോലെ തന്നെ. ഇനി ഇതിലേക്ക് ഞാനിതാ 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ കറക്കം അങ്ങോട്ട് കറക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോഴാണ് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുക. അങ്ങനെ ഒരൊറ്റ കറക്കം അങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഒരു നുള്ളുങ്ങൾ ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിതാ ഒരു 3 മണിക്കൂറോളം ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചെറുതായിട്ട് അങ്ങോട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഒരു പതപ്പതുണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമ്മളെ ഈ ഒരു മാവ് കണ്ടില്ലേ, ആ ഒരു പത രീതിയിൽ നമുക്ക് കിട്ടിയേ. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് പാലപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഇനി ഒരു 5-6 മണിക്കൂറൊക്കെ വെച്ചേക്കാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഞാനത് 3 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് അധികം എണ്ണ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. കുറച്ച് എണ്ണ മതി. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട്, കേക്ക് പാത്രം ഉണ്ടല്ലോ അതായാലും പ്രശ്നമല്ല കേട്ടോ. അങ്ങനെ ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഈ ഒരു മാവ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് ഞാൻ ഒരു ചെമ്പട്ടി ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ, ചൂടാവാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെക്കാനാണ്. അങ്ങനെ ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തട്ടി കൊടുക്കണം കേട്ടോ. അങ്ങോട്ട് നമ്മളത് ആ ഒരു ചെമ്പട്ടിയിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം മൂടി വെച്ചാൽ നമ്മളെ ഈ ഒരു റെസിപ്പി സെറ്റാവുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മളെ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടീന് കേട്ടോ. ഇനി ഈ ഒരു കത്തിയെടുത്തിട്ട് ഒട്ടണില്ലാന്ന് കണ്ടാൽ നമുക്ക് ഈ റെസിപ്പി വെന്ത് കിട്ടിയത്. നിങ്ങളുടെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് ഇടിയിച്ചാൽ മതിയേ. അപ്പോൾ നമ്മളെ ഈ ഒരു കേക്കായിട്ടും പറയട്ടോ, കേക്ക് തന്നെയാണ്. ഇങ്ങോട്ടൊന്ന് മറിച്ചിടാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു റെസിപ്പി ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുത്തിന് കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ഉള്ളതാണ്, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരുപാട് സാധനങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. ആ ഒരു അരിപ്പൊടി, കുറച്ച് ബാക്കി വന്ന ചോറും, ആ 2 സ്പൂൺ തേങ്ങയും മാത്രം മതി.
തേങ്ങ അധികം ഇട്ടാൽ പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഇടയിൽ ഇങ്ങനെ തേങ്ങ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. തേങ്ങ ഇടുമ്പോൾ അങ്ങനെ തന്നെ ഇടണേ, അപ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു റെസിപ്പി നന്നായിട്ട് തന്നെ സ്പോഞ്ചായിട്ട് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും അസ്സലാമു അലൈക്കും.